എന്ന് പറഞ്ഞവരെ, ഇന്ന് ജൂലൈ മാസം 31 സഭയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നേരിടുകയാണ്. തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വേദനയിൽ നിന്നും വേദനയുടെ അനുഭവത്തിന്റെ ആ ദിവസങ്ങളിൽ ദൈവത്തെ തിരിച്ചറിയുകയും ആ ദൈവത്തിന് വേണ്ടി ഏത് വേദനയും ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്ത ഒരു വിശുദ്ധനായിരുന്നു, ഒരു വിജ്ഞാനിയായ വിശുദ്ധനായിരുന്നു വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. അദ്ദേഹത്തിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെയും ചെറിയ ചെറിയ വേദനകളുടെ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ദർശനം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ യഹൂദരുമായിട്ട് തർക്കിക്കുന്ന ഒരു രംഗമാണ്. ഈശോ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും കൃത്യമായിട്ട് അതിന് മറുപടി പറയുന്നു. ഇങ്ങനെ ആ വാഗ്വാദം മുറുകുമ്പോൾ ഏറ്റവും ഒടുവിൽ ഈശോയെ എറിയാനായിട്ട് അവർ കല്ലുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്, ഈശോ അവരുടെ ഇടയിൽ നിന്നും പുറത്തേക്ക് പോയി എന്ന് പറയുകയാണ്. ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ചില അവസരങ്ങളിലെങ്കിലും ഒന്ന് പിൻവാങ്ങുന്നത് നല്ലതാണ് എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചില ബഹളങ്ങളിൽ നിന്നും ചില വഴക്കുകളിൽ നിന്നൊക്കെ നമ്മളൊന്ന് മാറിക്കൊടുക്കണത് നല്ലതാണ്, നമ്മളൊന്ന് പിൻവാങ്ങുന്നത് നല്ലതാണ് എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഈശോയെ പല അവസരങ്ങളും നമ്മളത് കാണുന്നുണ്ട്. ഈശോ രാജാവാക്കാനായിട്ട് അവർ ശ്രമിക്കുമ്പോൾ ഈശോ അവരിൽ നിന്നും പതുക്കെ പിൻവാങ്ങുന്നുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കഴിഞ്ഞ് ഒരുപാട് ആരാധകരൊക്കെ ഈശോയുടെ പിന്നാലെ ചുറ്റും കൂടുമ്പോൾ ഈശോ അവരിൽ നിന്നൊക്കെ പതുക്കെ പിൻവാങ്ങി പ്രാർത്ഥനയുടെ ഏകാന്തതയിലേക്ക് ഈശോ നീങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തില് തന്റെ ജീവന് തന്നെ ആപത്താകുന്ന ഒരു സമയത്ത് പോലും ഈശോ അവിടുന്ന് പതുക്കെ പിൻവാങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്, ചിലപ്പോഴെങ്കിലും നമ്മളൊന്ന് പിൻവാങ്ങുന്നത് നല്ലതാണെന്ന് പഠിപ്പിക്കുകയാണ്. ചില വഴക്കുകളിൽ നിന്നും ചില ബുദ്ധിമുട്ടുകളിൽ നിന്നും ചില അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മളൊന്ന് പിൻവാങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു ചെയ്യുമ്പോൾ ശാന്തതയോടെ ചില കാര്യങ്ങളെ സംയമനത്തോടെ നേരിടാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഈശോയ്ക്ക് ആ ഒരു കൃപ ഉണ്ടായിരുന്നു കാണുന്നുണ്ട്. ഈ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്